നിലമ്പൂരുകാരനാണ് താങ്കൾ. നിലമ്പൂർ എന്താണെന്ന് താങ്കൾക്കറിയാം. താങ്കൾക്കറിയുന്ന നിലമ്പൂരിന് എന്താണ് ഈ കാലത്ത് വേണ്ടത്? നിലമ്പൂരിൻ്റെ ആവശ്യങ്ങൾ എന്താണ്? നിലമ്പൂരിന് വേണ്ടി കിട്ടേണ്ടത് എന്താണ്? അതെ, നിലമ്പൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ ജീവിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ദീർഘകാലം. ഞാൻ ജനിച്ചു വളർന്നത്, എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ വലിയൊരു ഭാഗം എല്ലാം നിലമ്പൂരിലാണ്. അതുതന്നെ പിന്നെ മറ്റ് ചില സാഹചര്യങ്ങളെ തുടർന്ന് നിലമ്പൂരിൻ്റെ പല ഭാഗങ്ങളിൽ താമസിക്കേണ്ടതായി വന്നു. അതുകൊണ്ട് തന്നെ നിലമ്പൂരുമായിട്ട് ആ നിലയിലുള്ളൊരു ആത്മബന്ധം ഉണ്ട്. നമ്മുടെ നാട്ടുകാർ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ സൗഹൃദമുള്ളവരാണ്. വ്യത്യസ്ത രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരെല്ലാം ഉൾപ്പെടെയുള്ളവർ. നിലമ്പൂരിൻ്റെ ചരിത്രത്തിൽ ഒരു നീണ്ട കാലയളവ് UDF ആയിരുന്നു ജയിച്ചത്. LDF ഇടയ്ക്ക് ജയിച്ചിട്ടുള്ള മണ്ഡലമാണ്, പക്ഷെ ഒരു നീണ്ട കാലയളവ് UDF ആയിരുന്നു. പക്ഷേ ആ നിലയിൽ നിലമ്പൂരിനോട് നീതി പുലർത്താൻ UDFന് കഴിഞ്ഞിട്ടില്ല. കേരളത്തിലെ മറ്റു പല മണ്ഡലങ്ങളുമായി എടുത്ത് പരിശോധിച്ചാൽ നിലമ്പൂർ ഇപ്പോഴും ഒരിത്തിരി പുറകിലാണ്. അപ്പം നിലമ്പൂരിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. വികസന സാധ്യതകളുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ അടിയന്തരമായും ഏറ്റെടുക്കാൻ സാധിക്കേണ്ടതാണ്. ഇപ്പോഴത്തെ ഗവൺമെൻറ്റും തൊട്ടു മുൻപുള്ള LDF ഗവൺമെൻറ്റും വന്നപ്പോൾ കുറേയേറെ മാറ്റങ്ങളുണ്ടായി, കുറേ പദ്ധതികളുണ്ടായി, പല അസാധ്യമെന്ന് കരുതിയതിനും ജീവൻ വെച്ചു. ഇത്തരം കാര്യങ്ങളെല്ലാം ലക്ഷ്യത്തിലെത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നിലമ്പൂരിനുണ്ട്. ഒപ്പം നിലമ്പൂരിലെ ജനങ്ങൾ സെക്കുലറാണ്. ആ മതനിരപേക്ഷത പോറലേൽക്കാതെ സംരക്ഷിക്കേണ്ടതുണ്ട്. ജനങ്ങളുടെ ഐക്യം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അതെല്ലാം ഈ കാലത്ത് നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്.